അപ്പോൾ ഒരു കടുവയ്ക്ക് ഒരു 50 മുതൽ 60 മാനുകൾ വേണം ഒരു വർഷം ജീവിക്കാൻ, തിന്നണം അവർക്ക്. പ്ലസ് സപ്ലിമെന്റ് ആയിട്ട് ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ മെയിനായിട്ട് 50-60 മാനുകൾ വേണം. ഈ 50-60 മാനുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും കുറഞ്ഞൊരു 500 മാനുകൾ അവരുടെ അടുത്ത് വേണം. കാരണം എല്ലാ പ്രാവശ്യം 10 പ്രാവശ്യം ട്രൈ ചെയ്താൽ മാത്രമേ അവർക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഇതിനെ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ വയനാട്ടിൽ ഒരു 100-ൽ പരം കടുവകൾ ഉണ്ട് എന്നല്ലേ പറയുന്നത്. ഇത്രയും സാന്ദ്രതയിൽ ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്? ഇതിപ്പോഴും ഒരു മിസ്റ്ററിയാണ്. കാരണം ഇത് ഞാൻ പറയുന്നല്ല, ഞാൻ ഈ സെയിം സാധനം ഡോക്ടർ ഉല്ലാസ്കരന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇതൊരു സർപ്ലസ് പോപ്പുലേഷൻ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്പർ അവിടെ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഇപ്പോൾ ആൾക്കാർ തിങ്ങിപ്പാർക്കാൻ കാരണം ഏറ്റവും നല്ല ഹോസ്പിറ്റൽസ് അടുത്തുണ്ട്, ഏറ്റവും നല്ല സ്കൂളുകളുണ്ട്, എയർപോർട്ട് തൊട്ടടുത്തുണ്ട്, റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്, എല്ലാ കണക്ടിവിറ്റിയും ഉണ്ട്. അപ്പോൾ എന്താവശ്യത്തിന് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു പക്ഷേ വയനാട്ടിലോ കോഴിക്കോടോ കോട്ടയത്തോ ഈ കടുവകൾ ഒരു പ്രാവശ്യം ഒരു മനുഷ്യനെ പിടിച്ച് തിന്നു കഴിഞ്ഞാൽ കടുവയ്ക്ക് മനസ്സിലാവും നമ്മളാണ് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള പ്രേ. മൃഗങ്ങളെ പോലെ നമുക്ക് മാനുകളെ പോലെ ഓടാൻ പറ്റത്തില്ല, കുരങ്ങളെ പോലെ മരം കയറാൻ പറ്റില്ല, ശക്തിയില്ല, ആനകളെയോ കരടിയെ പോലുള്ള ശക്തിയില്ല, നമുക്ക് മീനുകളെ പോലെ വെള്ളത്തിൽ നീന്താൻ പറ്റില്ല. ഈ ഉള്ള ആനിമൽ കിങ്ഡത്തിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ആനിമൽസുമായിട്ട് മറ്റു ആനിമൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ആനിമൽസാണ്. ഈ കടുവ പിടിക്കാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു സമയത്തിനാകുമ്പോൾ ഈ പാലിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. ഈ കുട്ടിയാനയ്ക്ക് ഒരു പാലിൻ്റെ സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ പാലിൻ്റെ സ്മെല്ലിനാണ് ഇതിൽ പുറകെ ഇങ്ങനെ പ്രസവിക്കുമ്പോൾ തന്നെ ഈ ഒരു പിടിക്കാനായിട്ട് നടക്കുന്നത്. അതിന് തോല് മുതുകത്ത് കയറി ഇരുന്നിട്ട് മസ്തകിനടിക്കും. അടിച്ചു കഴിഞ്ഞാൽ അത് എത്ര ഇതാണെങ്കിൽ അത് മർമ്മം നോക്കി അടിക്കുകയുള്ളൂ. മസ്തകം എന്ന് പറയുമ്പോൾ ആനയുടെ ഏറ്റവും വലിയ നല്ലൊരു മർമ്മമാണത്. അപ്പോൾ അവിടെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ഏതാനയും വീഴും. പിടിച്ചു കഴിയുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനും ഭക്ഷിക്കാനും 2 ദിവസം കൂടിപ്പോയി കഴിഞ്ഞ് ഒരു 4 ദിവസം കൂടെ കിട്ടുന്നില്ല തീരും.